ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ടിഷ്യൂ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മളൊരു വീടുണ്ടാക്കുന്നത്. ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അത് റെക്കോർഡ് ചെയ്തപ്പോൾ ആ ക്ലിപ്പൊക്കെ പോയി. അപ്പം അതൊന്നും കാണിച്ചില്ലെങ്കിൽ ക്ലിപ്സ്റ്റോന്ന് പറഞ്ഞാൽ എന്താ ഇതടിക്കോ ഡാമേജ്. അപ്പം ഇതാണ് നമ്മളെ വീട്. അത്രയ്ക്ക് ഇൻറ്റീരിയറൊന്നുമല്ല, അത്യാവശ്യം നിന്നു. പിന്നെ ഉള്ളിൽ ഒരു ഇൻറ്റീരിയറും ചെയ്തിട്ടില്ല, ഫുൾ എംറ്റി ആയിട്ട് കിടക്കുക. പിന്നെ ബാക്കിലൊരു ചിമ്മിനി വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യാൻ പോണേ ഒരു സ്റ്റോറേജ് വെക്കാൻ പോവുക. സ്റ്റോറേജ് മെഗാ സ്റ്റോറേജ് ഒന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്റ്റോറേജ് തന്നെയാണ് വെക്കാൻ പോണേ. ഇതാ വീടിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, ഫുൾ എംറ്റി ആയിട്ട് കിടക്കുകയാണ്. ഫ്ലോർ പോലും ഞാൻ ചെയ്തിട്ടില്ല. ഫുൾ മടിയാണ്. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഇവിടെ ഒന്ന്, ഇതാ അതിൻ്റെ അപ്പുറത്ത് അതാ രണ്ടെണ്ണം, അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്തിൻ്റെ ഡോറ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് അവിടെ രണ്ടെണ്ണം, മൂന്ന് അങ്ങനെ രണ്ടെണ്ണം, 6 ഡോറുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഡോറൊന്നും വെച്ചിട്ടില്ല. അവിടെ ഓടി വന്നെങ്കിൽ നമുക്ക് എലക്ട്രൊക്കെ കിട്ടിയാലേ ഓടി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രണ്ടിൽ അതൊന്നും വെച്ചിട്ടില്ല. ബാഗ് ക്രീപ്പർ പൊട്ടാതിരുന്നാൽ മതി. ഒരു കുറേ സ്ഥലങ്ങൾ ടോർച്ച് ചെയ്യണം, പക്ഷെ എൻ്റെ കയ്യിൽ തീരെ കോളില്ല. അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. നമുക്ക് ടൂൾസൊക്കെ ഇതിലാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഫർണസ് ഇരിക്കുന്നത് കാണാം. അത് ഞാൻ ആ വീടുണ്ടാക്കാൻ സ്റ്റോണും പിന്നെ ഗ്ലാസ്സൊക്കെ സ്മെൽറ്റ് ചെയ്തതാണ്. ഞാൻ വീടിൻ്റെ ജനാലൊക്കെ യൂസ് ചെയ്തത് വൈറ്റ് സ്പെയിൻ ഗ്ലാസ്സോ അങ്ങനെ എന്തോ സംഭവമാണ്. 6 വെച്ചാൽ 16 കിട്ടുന്ന ആ സംഭവമാണല്ലോ. ഇതാണ് നമുക്ക് നമ്മളെ ടൂൾസൊക്കെ ഉണ്ട് എടുത്തേക്കാം. 3 പിക്കാസൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പിക്കാസ് ഏകദേശം പൊട്ടാനൊന്നും ആയിട്ടില്ല. നമുക്കൊരു ഷവലും കൂടി വേണം. ഒരു ഷവലും മാത്രം മതി. ഒരു ഷവല് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമുക്ക് അത് വെച്ചിട്ട് ബാക്കി കോബിൾ സ്റ്റോൺ ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റോറേജ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഈ മലൻ്റെ ഒക്കെ ഒരു മുകളിലായിട്ടാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇതൊക്കെ നമ്മളെ ജംഗിൾ വുഡും മറ്റേ ബ്രിച്ചും മറ്റേ സവാന വുഡും ഒക്കെ കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഗൈസ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊള്ളയിൽ എന്താണെന്ന് വിചാരിക്കുമ്പം ചുയിങ്കാണ് ഗൈസ്, ചുയിങ്കം. അപ്പം നമുക്ക് ഇതിന് മുകൾക്ക് അത്രയ്ക്ക് അതൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കുഴിച്ചുണ്ടാക്കാനുള്ളതുള്ളൂ. അപ്പം ഞാൻ മണ്ണിൻ്റെ ഉള്ളിലാണ്, മലൻ്റെ ഉള്ളിൽ തുരന്നിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് അവിടെ പോയി ആ മരമൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതിനുള്ള വുഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് പണിയുണ്ട്. നമ്മളിവിടെയൊക്കെ ടെറാഫോം ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ റെഡി ആയിക്കോളും. ഇപ്പോൾ അങ്ങനെ നോട്ടെ ശവലിച്ചിട്ട് എത്ര പെട്ടെന്നാണെന്നാണ്. ഇതാണ് ഇത്. പിന്നെ ഇതിനുള്ള മെയിൻ കാര്യം, ഇതിൽ ഞാൻ ബ്ലോഗ്സ് ഷോർട്ട് ചെയ്തൊക്കെ ഉണ്ടാവും കേട്ടോ. മറ്റേ ഓട്ടോ ഷോർട്ടറൊന്നുമല്ല, അയൺ ടൂള് പോലും ആയിട്ടില്ല. എന്നിട്ട് ഓട്ടോ ഷോർട്ടറൊക്കെ അങ്ങനെയല്ല. നമ്മൾ ഓരോ ബ്ലോക്കിന് ഓരോ ഡബിൾ ചെസ്റ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ച് ടൈപ്പിലാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം മരം വെട്ടി ഇത് റെഡിയാക്കാൻ. ഇതൊക്കെ റെഡിയാക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ടെറാഫോം ചെയ്യണം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അപ്ഡേറ്റ് തരാം. അപ്പം ഗായ്സ്, നമ്മൾ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റോറേജ് ഉണ്ടാക്കിയത് ആ സൈഡിലല്ല, അവിടെ വേണ്ട വിചാരിച്ച് പിന്നെ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി. മല ചെത്തേണ്ടി ഒന്നും വന്നില്ല. പിന്നെ ഉള്ളോട്ട് ചെത്തി. ഇതാണ് നമ്മളെ സ്റ്റോറേജ്. ഓരോ ടൈപ്പ് ഐറ്റംസിനും 3 ഡബിൾ ചെസ്റ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ 12 ചെസ്റ്റ് വരെ ചെസ്റ്റ് ഇട്ടുണ്ട്.
ഒട്ടാകെ നോക്കിയാൽ 24 വരി ചെസ്റ്റാണ് നമ്മളുള്ളത്. പിന്നെ കാണാൻ 3-4 പിക്കാസ് ഉണ്ട്. എൻ്റെ ഇപ്പം 3 പിക്കാസ് ഉണ്ട്. നേരത്തെ അല്ല, അതൊക്കെ പൊട്ടി. ഞാൻ കുഴിച്ചപ്പോഴത്തേനും എത്രയോ പിക്കാസ് ഉണ്ടായിരുന്നു, പൊട്ടി. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കൊണ്ടിട്ട് ഞാൻ പിക്കാസ് ഉണ്ടാക്കി. അത്രയ്ക്ക് പിക്കാസ് വേണ്ടി വന്ന്. ഇപ്പം ഞാൻ പോയി കിടന്നുണ്ടായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഞാൻ വരാറ്റില്ല, കുറേ സ്റ്റാർ കേസ് അടുക്കി വെച്ചിട്ട് പാത്താണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഷോർട്ടയിലൊക്കെ അടുത്ത എപ്പിസോഡിലാണ് ഞാൻ ചെയ്യണത്. അപ്പം ഈ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്യണുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കഴിയണത്തോളം ഞാൻ നെതർക്കും പോകാൻ നോക്കുക. ഫുൾ അയൺ ആർമറും സെറ്റ് ചെയ്യാൻ നോക്കുക. അയൺ ആർമറും ടൂൾസും സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.